ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യവും വായിക്കാം. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവാനായ അപ്പോസ്തലൻ വിശ്വാസികളെ ഓർപ്പിക്കുകയാണ്. ഒരു കൃഷിക്കാരൻ തൻ്റെ നിലം ഒരുക്കി അതിൽ വിതച്ച വിത്ത് വളർത്തി ഫലമെടുക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ വിശ്വാസികളും ക്രിസ്തുവിനെ അവരുടെ ഹൃദയത്തിൽ പൂജിച്ച് ആരാധിച്ച് ആ ക്രിസ്തുവിൽ നിന്നുള്ളതായ ഫലം അനുഭവിച്ച് ജീവിക്കണമെന്നാണ് അപ്പോസ്തലൻ അവരെ ഓർപ്പിക്കുന്നത്. 18-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഒരു ഗൗരവമേറിയ അല്പം വളരെ ഗൗരവമേറിയ ഒരു സന്ദേശം അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതെന്താണത്? നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. ദൈവമക്കളെ, എന്താണ് അപ്പോസ്തലനെ ഓർപ്പിക്കുന്നത്? അപ്പോസ്തലൻ തന്നെ, പൗലോസ് തന്നെയാണ് ഇത് രണ്ടും പറയുന്നത്. എന്താണ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്? പലരും യേശുക്രിസ്തുവിനെ അറിഞ്ഞതിൻ്റെ ശേഷം ജീവിതത്തിൽ നല്ല ഭാവി നേടിയെടുത്തവരുണ്ട്, ജീവിതം പുതുക്കിപ്പണിതവരുണ്ട്, ജീവിതത്തിലെ തകർച്ച മാറ്റിയെടുത്തവരുണ്ട്. പലരും ജീവനുള്ള ദൈവത്തെ, അവൻ്റെ വചനത്തെയും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. സ്വന്തം നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികളെന്നാണ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. മനുഷ്യൻ നശിക്കുന്നത് വേറെ ആരും മുഖാന്തരമല്ല.
നാളിൻ്റെ മൂലമോ നക്ഷത്രം മൂലമോ ഒന്നുമല്ല മനുഷ്യൻ നശിക്കുന്നത്. മന്ത്രവാദമോ കൂടോത്രം മൂലമോ അല്ല മനുഷ്യൻ നശിക്കുന്നത്. മനുഷ്യൻ നശിക്കുന്നത് ഏതെങ്കിലും പ്രത്യേക രോഗം മൂലമോ ഏതെങ്കിലും ഒരു കഷ്ടത മൂലമോ അല്ല മനുഷ്യൻ്റെ ഭാവി ഇല്ലാതായി പോകുന്നത്. മനുഷ്യൻ്റെ ഭാവി നശിക്കാനുള്ള കാരണം അവൻ സ്വയം നശിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികളെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. മനുഷ്യൻ നശിക്കുന്നത്, ഭാവി ഇല്ലാതായി പോകുന്നത് അവൻ്റെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അവൻ തന്നെ നശിപ്പിച്ച് കളയുന്നതാണ്. ദൈവമക്കളെ, ഗൗരവമേറിയ ഒരു സന്ദേശമായിരുന്നു അപ്പോസ്തലൻ അന്ന് ആ കൊരിന്തിലെ ദേവാലയത്തിൽ കൊടുത്തത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലേക്ക് ചെന്നു. ആ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ വായിച്ചാൽ കാണാം. അപ്പോസ്തലൻ എവിടെ പോകുമ്പോഴും ദേവാലയത്തിൽ ചെന്ന് പ്രസംഗിക്കും. അപ്പോസ്തലൻ കൂടാരപ്പണിക്കാരനാണ്. അതുകൊണ്ട് പണിയായുധങ്ങളും കൂടെ ഉണ്ടാവും. രാത്രി ദൈവത്തിൻ്റെ വചനം പറയും, പകല് കൂടാരപ്പണി. ഇതായിരുന്നു അപ്പോസ്തലൻ്റെ ജീവിത ശൈലി. അതായിരുന്നു. കൂടാരപ്പണിക്കുള്ള സാധനങ്ങളും ചുവന്നുകൊണ്ടാണ് പോണത്. പകല് കൂടാരപ്പണി നടത്തും, രാത്രിയാകുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഘോഷിക്കും എവിടെയെങ്കിലും. ചിലപ്പോൾ അവസരം കിട്ടിയാൽ ശാബത്തിൽ ദേവാലയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പറയും. അങ്ങനെ ഇരുന്നപ്പോഴാണ് കൊരിന്തിലേക്ക് രണ്ടുപേരും കൂടെ വന്ന് കിട്ടി. രണ്ട് വിശ്വാസികൾ വന്ന് കിട്ടി. അവർ റോമിൽ നിന്ന് അവരെ ആട്ടി ഓടിച്ചതാണ്. വിശ്വാസികളെ, ക്രിസ്ത്യാനികളെ റോമിൽ നിന്ന് ആട്ടി ഓടിച്ച കാലത്ത് രണ്ടുപേരവിടെ വന്നു, അക്വിലാസും പ്രിസ്കില്ലയും. അക്വിലാസും പ്രിസ്കില്ലയും അവിടെ വന്നു ചേരാനായിട്ട് ഇട വന്നു. അക്കാലത്ത് റോമിൽ നിന്ന് ക്രിസ്ത്യാനികളെ ഓടിക്കുന്ന കാലമാണ്. സഭാചരിത്രമൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. റോം നഗരത്തിൽ ആ പ്രാചീന കാലത്ത് സ്ട്രീറ്റ് ലൈറ്റുകൾ, ഇന്നത്തെ പോലെ സ്ട്രീറ്റ് ലൈറ്റുകളൊന്നുമില്ല. അന്ന് സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് അടിമകളുണ്ടായിരുന്നു, അടിമക്കച്ചവടം ഉണ്ടായിരുന്നു. സ്ത്രീകളെയും പുരുഷന്മാരും ഉണ്ടായിരുന്നു. അവരെ തുണിയിൽ ഇങ്ങനെ പൊതിയും, ചുറ്റി പൊതിച്ചിട്ട് എണ്ണ ഒഴിച്ച് കത്തിച്ച് നിർത്തും റോഡിൻ്റെ അവിടെ ഇവിടെയെല്ലാമായിട്ട്. ഒരാൾ ഒരു ദിവസം ഒരു രാത്രി മുഴുവനും കത്തുമ്പോൾ ഒരാൾ കത്തിത്തീരുമെന്നാണ് കണക്ക്. അങ്ങനെയായിരുന്നു സ്ട്രീറ്റ് ലൈറ്റ്. കുറേ കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികളുണ്ടായി കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികളെ ഇങ്ങനെ തുണി ചുറ്റി എണ്ണയിൽ മുക്കി കത്തിക്കുക എന്നുള്ളതായിരുന്നു റോമിലെ ഭരണാധികാരികളുടെ ഒരു വിനോദം തന്നെ. അത് തന്നെയായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ ക്രിസ്ത്യാനികൾ നാടുവിട്ടു പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ അക്വിലാസും പ്രിസ്കില്ലയും വന്നു. അപ്പോസ്തലന് നല്ല ആവേശമായി. കൂടെ വിശ്വാസികളെ കിട്ടിയപ്പോൾ ആവേശമായി. പിന്നെ ശീലാസും തീമോത്തിയോസും വന്നു. അപ്പോസ്തലൻ ദൈവത്തിൻ്റെ വചനം എങ്ങനെ ഘോഷിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ശക്തിയോടെ ദൈവത്തിൻ്റെ വചനം ഘോഷിച്ചു എന്ന് വെച്ചാൽ വിശ്വാസികളെ കണ്ടപ്പോൾ നല്ല ആവേശത്തോടെ പറയാനുള്ളതെല്ലാം നല്ല ധൈര്യമായിട്ട് പറഞ്ഞു തന്നെ അപ്പോസ്തലൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും സ്വീകരിച്ചോ? ഇല്ല, അവർ സ്വീകരിച്ചില്ല. അപ്പോൾ അപ്പോസ്തലൻ ഒരു കാര്യം ചെയ്തു. തൻ്റെ വസ്ത്രം കുടഞ്ഞു, കാലിലെ പൊടിയെല്ലാം അവിടെ തട്ടിയിട്ടിട്ട് നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികളെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം മനുഷ്യജാതിയുടെ ചരിത്രം നോക്കിയാൽ ആദ്യം സ്വന്തം ഭാവി തകർത്ത് കളഞ്ഞതാരാ? നമുക്കറിയാം. ആദിമ മാതാപിതാക്കന്മാരായ ആദാമും ഹവ്വായും തന്നെയാണ് അവരുടെ ഭാവി തകർത്ത് കളഞ്ഞത്. അത് വേറെ ആരും ചെയ്തതല്ല, അവർ തന്നെ നശിപ്പിച്ച് കളഞ്ഞതാണ്. ദൈവമക്കളെ, എക്കാലത്തും മനുഷ്യൻ്റെ ഭാവി നശിപ്പിക്കുന്നത് അവൻ തന്നെയാണ്. ആദാമും ഹവ്വായും തന്നെയാണ് അവരുടെ ഭാവി നശിപ്പിച്ച് കളഞ്ഞത്. അവർക്കൊരു നല്ലൊരു ഭാവി ഉറപ്പാക്കിക്കൊണ്ടാണ് ദൈവം അവരെ ഏദൻ തോട്ടത്തിലാക്കിയത്. പക്ഷേ അവരുടെ ഭാവി അവർ നശിപ്പിച്ച് കളഞ്ഞു. അവർ പാപത്തിൽ വീണ കാര്യമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അവർ ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആദാമിൻ്റെയും ഹവ്വായുടെയും ഹൃദയത്തിൽ എന്താ ഉണ്ടായിരുന്നത്? ആദാമിൻ്റെയും ഹവ്വായുടെയും ഹൃദയത്തിൽ എന്താ ഉണ്ടായിരുന്നത്? പിശാചിനോട് വെറുപ്പില്ല, ദൈവത്തോട് സ്നേഹവുമില്ല. പിശാചിനോട് പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല, എന്നാൽ അതേസമയം ദൈവത്തോട് സ്നേഹവുമില്ല. പ്രിയപ്പെട്ടവരെ, അതാണ് മനുഷ്യൻ്റെ ഏറ്റവും ദയനീയമായ അവസ്ഥ, നാശകരമായ കുഴിയെന്ന് പറയുന്നത്. അധിക പങ്ക് ആളുകളുടെ അവസ്ഥ അതാണ്. പിശാചിനോട് എതിർപ്പൊന്നുമില്ല,
പക്ഷേ ദൈവത്തോട് സ്നേഹവുമില്ല. ഈ അവസ്ഥയിലാണ് മനുഷ്യർ അനേകരും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, എന്നാൽ ദൈവം അവർക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കി. ആ ആദാമിനെ ഹവ്വായെയും രക്ഷിക്കാൻ ദൈവം ഒരു പദ്ധതി ഒരുക്കി. അവർക്ക് ഭാവി ഉണ്ടാകാനുള്ള പദ്ധതിയായിരുന്നു. ദൈവം കൽപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറഞ്ഞു, നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുതയുണ്ടാക്കും, അവളുടെ സന്തതി നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കുമെന്ന് പറഞ്ഞു. അഥവാ കർത്താവായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് ദൈവം അയക്കുമെന്നുള്ളതായ ഒരു വാഗ്ദത്തമാണ് നാം ഇവിടെ കാണുന്നത്. അതാണ് ലോകം കേട്ട ആദ്യത്തെ സുവിശേഷം എന്ന് വേണമെങ്കിൽ പറയാം. ലോകം കേട്ടതായ ആദ്യത്തെ നല്ല വർത്തമാനം തന്നെ അതായിരുന്നു. സർപ്പത്തിൻ്റെ തലയെ ചതയ്ക്കാൻ, പിശാചിനെ തകർക്കാൻ കർത്താവായ യേശുക്രിസ്തുവിനെ സ്ത്രീയുടെ സന്തതിയായിട്ട് ദൈവം അയക്കുമെന്നുള്ളതായ ആ നല്ല വാർത്തയാണ് ആദ്യത്തെ നല്ല വർത്തമാനം എന്നുള്ളത് തന്നെ. കർത്താവായ യേശുക്രിസ്തു, നാം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അഥവാ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ പേരെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, പേര് ദൈവത്തിൻ്റെ വചനമെന്നായിരുന്നു അവൻ്റെ പേര്. വചനം ജഡം ധരിച്ചു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ പേര് വചനമെന്നായിരുന്നു പേര്. വചനം. ദൈവത്തിന് സ്തോത്രം. അവൻ മനുഷ്യനായി കന്യമറിയാവിൻ്റെ ഉള്ളിൽ അവൻ ജാതനായപ്പോഴാണ് അവന് പേര് വന്നത്. എന്താ പേര് വന്നത്? യേശു എന്നവന് പേരുണ്ടായിത്തീർന്നു. ആദ്യത്തെ പേരെന്തായിരുന്നു? ദൈവത്തിൻ്റെ വചനമെന്നായിരുന്നു യേശുവിൻ്റെ പേര്. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുക. അവൻ്റെ വായല്ലോ അരുളി ചെയ്തത്, അവൻ്റെ ആത്മാവല്ലോ കൂട്ടിവരുത്തിയതെന്ന് യെശയ്യാ പ്രവാചകൻ പറയും. പ്രിയപ്പെട്ടവരെ, ദൈവം, ആ ദൈവത്തിൻ്റെ നാവായിരുന്നു യേശു. ആ ദൈവത്തിൻ്റെ നാവായിരുന്നു യേശു. ആ ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. ആ യേശുവിൻ്റെ ആദ്യത്തെ പേര് ദൈവത്തിൻ്റെ വചനമെന്നായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോഴേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ, ഈ മോദമെഴും തിരുമാറിൽ ഉല്ലാസമായി സന്തതം പാർത്തിരുന്ന പിതാവാ ദൈവത്തിൻ്റെ മാറിൽ വസിച്ചിരുന്ന പുത്രൻ തമ്പുരാനെന്നെല്ലാം പാട്ടുകാരൻ പാടുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? പിതാവിൻ്റെ മാറിൽ അവൻ വചനമായിരുന്നു, അവൻ മൂലം സകലവും ഉളവായി. ദൈവത്തിൻ്റെ വചനമാണ് പിതാവിനോട് കൂടെ വസിച്ചിരുന്നത്. ആ ദൈവത്തിൻ്റെ വചനം അവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചു. കർത്താവായ യേശു ലോകത്തിലേക്ക് വന്നു, തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു, ഈരണ്ടായിട്ട് ദൈവവേലയ്ക്കായിട്ട് അയച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ കടന്നു ചെല്ലുന്ന ദേശത്ത് വീടുകളിൽ ചെന്നാൽ സമാധാനമെന്ന് പറയണം എന്നവരോട് കൽപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 14-15 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവിൻ. ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സോദോമരുടെയും ഗൊമോര്യരുടെയും ദേശത്തിന് സഹിക്കാവതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവായ യേശുക്രിസ്തു യഹൂദന്മാർ ചെയ്തുകൊണ്ടിരുന്നതായ ഒരു തെറ്റായ ഒരു പ്രവണതയാണ് അവിടെ. ഏതെങ്കിലും യഹൂദന്മാരല്ലാത്ത ജാതികളുടെ ദേശത്തോ വീടുകളിലോ ചെന്നിട്ട് തിരിച്ചു വരുമ്പോൾ അവരുടെ കാലിലെ പൊടി അവർ തട്ടിക്കളഞ്ഞിട്ടാണ് പോരുള്ളൂ. എന്തിനാന്ന് വെച്ചാൽ, ഞങ്ങളെന്തോ പ്രധാനപ്പെട്ട വലിയ ആളുകളാണ്, നിങ്ങളുമായിട്ടൊരു ബന്ധമില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി ആണ് യഹൂദന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. യേശു പറഞ്ഞു, അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. വാസ്തവത്തിൽ നിങ്ങൾ ചെന്നിട്ട് സുവിശേഷം പറയണവരോട് ആശ്വാസത്തിൻ്റെ വചനം കൊടുക്കണം, രക്ഷയുടെ വചനം കൊടുക്കണം. എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ എന്നാണ് പറയുന്നത് യെശയ്യാ പ്രവാചകൻ. എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ. ജനത്തിന് ആശ്വാസം കൊടുക്കാൻ ആരുമില്ല. അതാണ് ജനം ചിന്നിയവരും കുഴഞ്ഞവരുമായിട്ട് കണ്ടുവന്ന് യേശു പറയുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ ആശ്വാസം തരാൻ ആരെങ്കിലും ഉണ്ടോ? മാതാപിതാക്കന്മാർക്ക് ആശ്വാസം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഓരോരുത്തർക്ക് വ്യക്തിപരമായി നമ്മൾ നോക്കിയാൽ നമുക്ക് ആശ്വാസം ഇവിടെ നിന്ന് കിട്ടും, സമാധാനം ഇവിടെ നിന്ന് കിട്ടും. നമ്മളോട്
പ്രത്യാശയുടെ വചനം പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഒരു നല്ല ഭാവിയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? പറയുന്നവരെല്ലാവരും ദോഷമാണ്, കാലക്കേടാണ്, ഭാവിയില്ല, ഇനി രക്ഷയില്ല, ഇത് പറയാനേ ആളുള്ളൂ. ഭാവി ഉണ്ടെന്നും നല്ല കാലമുണ്ടെന്നും ഇനിയും വളരാമെന്നും പറയാൻ ആരുമില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ സുവിശേഷവുമായിട്ട് തൻ്റെ അപ്പോസ്തലന്മാരെ അയച്ചു. പറഞ്ഞു, നിങ്ങൾക്ക് ആശയ്ക്ക് വകയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അവരെന്ത് ചെയ്തു? അവർ സുവിശേഷത്തെ തള്ളിക്കളഞ്ഞു. ആ നല്ല വചനത്തെ അവർ തള്ളിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് സുവിശേഷം എന്ന് കേൾക്കുമ്പോൾ ഇന്നും പേടിയാണ് മനുഷ്യൻ. എനിക്ക് പേടിയായിരുന്നു കേട്ടോ. സുവിശേഷം എന്ന് കേൾക്കുമ്പോൾ നല്ല പേടിയായിരുന്നു എനിക്ക്. അസുഖത്തിൽ ഈ സുവിശേഷത്തെ പേടിക്കണ്ട. കണ്ണാടിയിലേക്ക് മുഖം നോക്കിയിട്ട് കണ്ണാടി എറിഞ്ഞു പൊട്ടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ തന്നെ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് എൻ്റെ പ്രതിച്ഛായ കണ്ണാടിയിൽ കാണും. അപ്പോൾ ഞാൻ കണ്ണാടി എറിഞ്ഞുടച്ചാൽ എന്താ പ്രയോജനമുള്ളത്? നിങ്ങൾ മീഡിയ കാണിച്ചു തരുന്ന കണ്ടിട്ടില്ലേ? കുറ്റവാളികളെ പിടിക്കുമ്പോൾ അവർ വലിയ ടർക്കി കൊണ്ടോ ടവൽ കൊണ്ടോ ഒക്കെ മുഖം പൊത്തി പിടിക്കുന്ന കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാണത്? അവർക്ക് തന്നെ അപമാനമാണ്. അതുപോലെയാണ് സുവിശേഷത്തെ എതിർക്കുക, സുവിശേഷത്തോട് അവജ്ഞ കാണിക്കുക, സുവിശേഷത്തെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഭീരുത്വമാണ്. ഭീരുത്വമാണത്. സുവിശേഷത്തെ എതിർക്കുന്നത് ഒരു ഭീരു മാത്രമേ സുവിശേഷത്തെ എതിർക്കുകയുള്ളൂ. ഒരു പേടിത്തൊണ്ടൻ മാത്രമേ സുവിശേഷം കേൾക്കാതെ മാറി നിൽക്കുകയുള്ളൂ. ദൈവമക്കളെ, നിങ്ങൾക്ക് ധൈര്യം വേണം സുവിശേഷം കേൾക്കണമെങ്കിൽ. കാരണം സുവിശേഷം എന്നെക്കുറിച്ച് തന്നെ എന്നോട് പറയുന്നതാണ് സുവിശേഷം. എൻ്റെ അവസ്ഥയെക്കുറിച്ച് എന്നോട് പറയുന്നതാണ് സുവിശേഷം. അത് കേൾക്കാനുള്ള ആ ധൈര്യം എനിക്കുണ്ടാകണം. അത് കേട്ടിട്ട് എനിക്ക് തിരുത്താനുള്ള മനസ്സ് വരണം. അല്ലാതെ സുവിശേഷം കേൾക്കാതെ മാറി നിൽക്കുന്നത് ഭോഷത്തരമാണ്, ഭീരുത്വമാണ്. ഞാനൊരു ഭീരുവായിരുന്നു. സുവിശേഷം കേൾക്കാനുള്ള ധൈര്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. 139 സങ്കീർത്തനം വായിക്കാൻ എനിക്ക് മാനസാന്തരപ്പെട്ടതിന് ശേഷവും പേടിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ധൈര്യമുള്ളവരാകണം. കാരണം ദൈവത്തിൻ്റെ വചനം അത് ശാസ്ത്രീയുടെ വചനമാണെങ്കിലും നല്ലതാണത്. അതുകൊണ്ടാണത് കേൾക്കണമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അനേകർ തള്ളിക്കളഞ്ഞു. അക്കാലത്തെ ജനം തള്ളിക്കളഞ്ഞു. എന്താണ് വന്ന നഷ്ടം? സുവിശേഷത്തെ തള്ളിക്കളഞ്ഞപ്പോൾ വന്ന നഷ്ടം എന്താ? അവരുടെ കുടുംബത്തിന്, അവരുടെ തലമുറയ്ക്ക് വരാമെന്ന നാശം ഒഴിവാക്കാൻ വേണ്ടിയാണ് അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അവരുടെ മേലുള്ള രോഗങ്ങൾ മാറ്റിക്കിട്ടുമെന്നുള്ള സന്ദേശമായിട്ടാണ് അങ്ങോട്ട് വന്നത്. അവരുടെ തലമുറ നേരിടേണ്ടി വരുന്ന ആഭിചാരദോഷമോ എന്ത് കേടും കെടുതിയുമെല്ലാം മാറിക്കിട്ടുമെന്നുള്ള വചനവുമായിട്ടാണ് അവരെ പറഞ്ഞു വിട്ടത്. പക്ഷേ ആ ജനം അന്ന് സ്വീകരിച്ചില്ല. ദൈവമക്കളെ, ജീവനുള്ള ദൈവം മനുഷ്യന് ഭാവി കൊടുക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അതിന് വ്യവസ്ഥ എന്താണ്? ദൈവം എന്താണ് ചെയ്തത്? നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കാം. മനുഷ്യന് ഭാവി ഉണ്ടാകാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ച, ദൈവം വെച്ച വ്യവസ്ഥ എന്താണ്? അതാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവം വെച്ചതായ വ്യവസ്ഥയാണ്. എൻ്റെ ആത്മാവ് മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നുമല്ല, സംസാരിച്ചുകൊണ്ടിരിക്കും. അതാണ് മനുഷ്യനെ ഉയർത്താൻ വേണ്ടി ദൈവം വെച്ച വ്യവസ്ഥ എന്ന് പറയുന്നത്. മനുഷ്യനോട് സംസാരിക്കുക എന്നുള്ളതാണ്. അതാണ് ദൈവവചനം ചെയ്യുന്നത്. ദൈവവചനം ചെയ്യുന്ന കാര്യം എന്താണ്? ദൈവം വെച്ച വ്യവസ്ഥയാണത്. ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അത് തന്നെയാണ് സുവിശേഷകന്മാർ ചെയ്യുന്നത്. അത് തന്നെയാണ് വേദപുസ്തകം ചെയ്യുന്നത്. അത് തന്നെയാണ് ദൈവവചന ഘോഷണം എന്ന് പറയുന്നത്. ദൈവം വെച്ച വ്യവസ്ഥയാണത്. എന്തിനാണത്? മനുഷ്യനെ രക്ഷിക്കണം, മനുഷ്യനെ ഉയർത്തിയെടുക്കണം. അതിനുവേണ്ടി ദൈവം വെച്ച വ്യവസ്ഥ ഒന്ന് മാത്രമേ ഉള്ളൂ: മനുഷ്യനോട് സംസാരിക്കുക, സത്യം സംസാരിക്കുക. മനുഷ്യനോട് അവൻ്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുക, അവൻ്റെ പാപത്തെക്കുറിച്ച് സംസാരിക്കുക, അവൻ്റെ വീഴ്ചയെക്കുറിച്ച് സംസാരിക്കുക. അനുസരിക്കുന്നവന് ഉയർന്നു വരാം, സ്വീകരിക്കുന്നവന് കയറിപ്പോകാം. ദൈവം വെച്ച വ്യവസ്ഥയാണ്. എൻ്റെ ആത്മാവ് മനുഷ്യനോട് സംസാരിക്കും. ദൈവമക്കളെ, ദൈവം ഒരു കാര്യം വെച്ചുള്ളൂ: എന്നും സംസാരിക്കില്ല, പക്ഷേ സംസാരിക്കും. എന്ന് വെച്ചാൽ മനുഷ്യന് അവസരം കൊടുക്കും, കയറിപ്പോരാൻ, നന്നായി പോരാനുള്ള അവസരം കൊടുക്കും.
നോഹയുടെ കാലത്ത്, വെള്ളപ്പൊക്കത്തിൻ്റെ കാലത്ത് സുവിശേഷം പറയാൻ എത്ര പേരുണ്ടായിരുന്നു? എത്ര പേരുണ്ടായിരുന്നു നോഹയുടെ കാലത്ത്? ആകെ നോഹ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീതി പ്രസംഗിയായ നോഹ 120 കൊല്ലക്കാലം നോഹ പ്രസംഗിച്ചു. കുറച്ചു നേരം കഴിയുമ്പോൾ അപ്പുറം നിന്ന് പിശാചും പ്രസംഗിക്കും. എന്ന് വെച്ചാൽ പിശാച് മനുഷ്യനോട് സംസാരിക്കും. അവൻ പറയണത് കേൾക്കണ്ട, നിങ്ങൾ സെക്സിൻ്റെ പുറകെ ഓടിക്കോ, മദ്യത്തിൻ്റെ പുറകെ ഓടിക്കോ, ഇഷ്ടം പോലെ ജീവിച്ചോ, സുവിശേഷത്തെ തള്ളിക്കളഞ്ഞോ എന്ന് പറഞ്ഞ് നോഹ പ്രസംഗിക്കും. അപ്പുറേ മാറി പിശാചും പ്രസംഗിക്കും. എന്നിട്ട് എന്ത് സംഭവിച്ചു? ജനം മുഴുവൻ ആര് പ്രസംഗിച്ചതാ കേട്ടത്? പിശാച് പ്രസംഗിച്ചത് ജനം കേട്ടുള്ളൂ. ആകെ 8 പേര് പെട്ടകത്തിൽ കയറാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതന്നെയാണ് എന്നും അവസ്ഥ. ജനം ദൈവത്തിൻ്റെ വചനം തള്ളിക്കളയുന്നു. നിങ്ങൾ ഈ തിരുവചനം കേൾക്കുന്ന അനേകരും ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കുന്നില്ല, ദൈവത്തിൻ്റെ വചനത്തിന് മൂല്യം കൽപ്പിക്കുന്നില്ല. ഇതൊക്കെ ഒരു കൗശലമായിട്ടോ തന്ത്രമായിട്ടോ കണക്കാക്കുന്നവരുണ്ട്. ശരിയാണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്ന എല്ലാമൊന്നും വിശ്വസിക്കരുത്. എന്നാൽ സ്ഥാപിത താല്പര്യമൊന്നുമില്ലാതെ വേറെ സഭയുണ്ടാക്കാനോ പണം പിരിക്കാനോ അങ്ങനെയുള്ള വേറെ ഏതൊരു സ്ഥാപിത താല്പര്യമില്ലാതെയുള്ള ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കണം, വിശ്വസിക്കണം. എങ്കിലേ നിങ്ങൾക്ക് ഭാവി ഉണ്ടാകുകയുള്ളൂ. അന്ന് നോഹ മാത്രമേ പ്രസംഗിക്കാണ്ടായിരുന്നുള്ളൂ. നോഹയ്ക്കൊരു കൂട്ടായ്മക്കാരും കൂട്ടുണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കായാലും പ്രസംഗിക്കണം പ്രിയപ്പെട്ടവരെ. ഒറ്റയ്ക്കേ ഉള്ളുവെങ്കിലും ദൈവത്തിൻ്റെ വചനം ഘോഷിക്കണം. കാരണം അതിൽ കൂടെയേ മനുഷ്യനെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. 8 പേര് പെട്ടകത്തിൽ കയറി. ഈ തലമുറയിൽ ദൈവം എന്താ ചെയ്യുന്നത്? പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. ഈ തലമുറയിൽ ദൈവം എന്താ ചെയ്യുന്നത്? അത് തന്നെയാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 പത്രോസ് 3-ന്റെ 10-ാമത്തെ വാക്യം വായിക്കാം. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ കാലത്തും ദൈവം ദീർഘക്ഷമയോടിരിക്കുകയാണ്, മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് നോഹ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഇന്ന് രക്ഷിക്കപ്പെട്ട ക്രിസ്തുവിനെ അറിഞ്ഞ ഓരോ അമ്മമാരും ഓരോ ഭാര്യമാരും ഓരോ പാരൻസും ഇന്ന് സുവിശേഷകന്മാരാണ്. അവരിൽ കൂടെ ദൈവം സംസാരിക്കും. എത്രയോ അമ്മമാരുടെ നാവിനെ ദൈവം ഉപയോഗിക്കുന്നത്, എത്രയോ ഭാര്യമാരുടെ നാവിനെ ഉപയോഗിച്ചാണ് ദൈവം ഭർത്താക്കന്മാരോട് സംസാരിക്കുന്നത്, എത്രയോ പാരൻസിൻ്റെ നാവിനെ ഉപയോഗിച്ചാണ് ദൈവം മക്കളോട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യന് ഭാവി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നത് തൻ്റെ പ്രിയപ്പെട്ടവരിലൂടെ, തൻ്റെ രക്തബന്ധത്തിലുള്ളവരിലൂടെ, തന്നോടുകൂടെ ജീവിതം പങ്കുവയ്ക്കുന്നവരിലൂടെ അവരോട് സുവിശേഷം പറയുന്നു. എനിക്ക് കിട്ടിയൊരു ഭാഗ്യം അതല്ലേ. എന്നോടുകൂടെ ജീവിതം പങ്കുവയ്ക്കാൻ ദൈവം തന്ന എൻ്റെ ഭാര്യ എന്നോട് സുവിശേഷം പറഞ്ഞു. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിൻ്റെ വഴിയാണത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നിങ്ങൾ നശിച്ചു പോകാതിരിക്കാനുള്ള ദൈവത്തിൻ്റെ വഴിയാണ്. അല്ലാതെ മനുഷ്യന് കുറേ പള്ളിയും കുറേ പെരുന്നാളൊക്കെ ഉണ്ടാക്കി മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ പരിപാടി. ദൈവത്തിൻ്റെ കാര്യപരിപാടി എന്ന് പറയുന്നത് സമർപ്പണമുള്ളവരുടെ നാവ് ഉപയോഗിച്ച് വചനം പറഞ്ഞ് ജനത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കാര്യപരിപാടി. അതാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സമർപ്പണമുണ്ടോ നിങ്ങൾക്ക്? ജീവനുള്ള ദൈവത്തോടു കൂടെ ജീവിക്കാൻ, പാപം കൂടാതെ ജീവിക്കാൻ നിങ്ങൾക്ക് സമർപ്പണമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ നാവിനെ ദൈവം ഉപയോഗിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം സുവിശേഷമെന്ന ആ അത്ഭുത സിദ്ധി നമ്മുടെ നാവിൽ തന്നിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും സുവിശേഷകരാകണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കണം, ഭർത്താക്കന്മാരെ രക്ഷിക്കണം, നമ്മുടെ മക്കളെ രക്ഷിക്കണം, കുടുംബത്തിലുള്ളവരെ രക്ഷിക്കണം. അതിന് നിങ്ങളുടെ നാവാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ നാവിൽ കൂടെയാണ് ദൈവമക്കളെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി വരേണ്ടത്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ ദൈവത്തിൻ്റെ ആഗ്രഹം അത്രയേ ഉള്ളൂ. ഒരു മനുഷ്യനും നശിച്ചു പോകരുത്, രക്ഷയുടെ വഴി അറിയാതെ പോകരുത്, രക്ഷകൻ ആരാണെന്നറിയാതെ പോകരുത്, രക്ഷയുടെ വഴി ആരാണെന്നറിയാതെ പോകരുത്. ഏതാണ് രക്ഷയുടെ വഴി? റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 25-29 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം രക്ഷയുടെ വഴി എന്താണെന്ന്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പെരുമയിൽ
മുൻകാലത്തെ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം ദൈവം തന്റെ പൊറുമയിൽ എന്ന് പറഞ്ഞാൽ ദൈവം ദീർഘക്ഷമയോടെ, പൊറുമ എന്ന് വെച്ചാൽ ദീർഘക്ഷമയോടെ, ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ലജ്ജാകരമായ പാപം ഞാൻ ചെയ്തിട്ടില്ലേ, നിങ്ങൾ ചെയ്തിട്ടില്ലേ? വളരെ ലജ്ജാകരമായത്, വളരെ മോശമായത്, പുറത്തറിഞ്ഞാൽ നാണക്കേടുണ്ടാക്കുന്ന അനേക കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ലേ? അനേക വാക്കുകൾ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അനേക പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? അതിനൊന്നും ശിക്ഷ കിട്ടിയില്ലല്ലോ, അതിന് ദൈവം ശിക്ഷിച്ചില്ലല്ലോ, ദൈവം നിങ്ങളുടെ പാപത്തിന് തക്കവണ്ണം ശിക്ഷിച്ചില്ലല്ലോ. എന്തുകൊണ്ടാണ് ശിക്ഷിക്കാതിരുന്നത്? ദൈവം ദീർഘക്ഷമയോടെ, നിങ്ങൾ ഇന്നെങ്കിലും ദൈവത്തിൻ്റെ നീതി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളായി മാറുമോ എന്ന് ദൈവം ആഗ്രഹത്തോടെ കാത്തിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ്. ഇന്നെങ്കിലും നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമോ? ഇന്നെങ്കിലും നിങ്ങൾ യേശുവിൻ്റെ ജീവിതം കൈമാറുമോ? നമ്മുടെ തലകളെ നമുക്ക് വണക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇന്നെങ്കിലും നിങ്ങൾ കർത്താവായ യേശുവിനോട് ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വരുമോ? ഇന്നെങ്കിലും നിങ്ങളുടെ ഭാവി തകരാതിരിക്കാൻ കർത്താവിന് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ വിട്ടുകൊടുക്കുമോ? പ്രിയപ്പെട്ടവരെ, പൂവിനെ സ്നേഹിക്കുന്നവൻ കളയെ വെറുക്കും. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ നന്നാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പാപത്തെ വെറുക്കണം. നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ പാപം വിട്ടൊഴിയണം. നിങ്ങളുടെ ഭാവി നന്നാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പാപത്തെ വെറുക്കണം. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവായ യേശു എന്നുണ്ട്, അവൻ്റെ നീതി അവനിലൂടെ നിവൃത്തിയായി. നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചാൽ മാത്രം മതി. നിങ്ങൾക്കൊരു ഭാവിയുണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു ഭാവിയുണ്ട്. അത് ഉറപ്പായിട്ടുണ്ട്. അത് ക്രിസ്തു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ രോഗങ്ങളും മാറും, നിങ്ങളുടെ വേദനകളും മാറും, നിങ്ങളുടെ നിരാശകളും മാറും, നിങ്ങളുടെ സ്വഭാവവും മാറും, നിങ്ങളുടെ മദ്യപാനം മാറും, അലങ്കോലം മാറും. നിങ്ങൾക്ക് ഭാവിയുണ്ട്, അത് ക്രിസ്തുവിലുണ്ട്. അവനെ വിശ്വസിച്ചാൽ മാത്രം മതി. ഇന്ന് ഈ തിരുവചനം കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ആരെല്ലാം ഉണ്ട്? അവർക്ക് കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതിലൂടെ രക്ഷയുണ്ട് പ്രിയപ്പെട്ടവരെ. അവനിലൂടെ വാഗ്ദത്തമുണ്ട്. അവൻ വാഗ്ദത്ത സന്തതിയാണ്. അവന് ഹൃദയം കൊടുക്കുക, അവനെ വിളിച്ചപേക്ഷിക്കുക, അവനോട് ഉടമ്പടി ബന്ധത്തിലേക്ക് വരിക. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.